നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇന്ന് അർജൻറ്റീന പരാഗ്വയ്ക്കെതിരെ കളിക്കുകയാണ്. ഇന്ന് രാത്രിയാണ് പരാഗ്വയിൽ കളിയെങ്കിലും നമുക്ക് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്കാണ് ആ മത്സരം കാണാൻ കഴിയുക, ടൈം സോൺ ഡിഫറൻസ് കാരണം. അർജൻറ്റീനയുടെ 11 ആരൊക്കെ എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്നതുപോലെ 4-3-3 ഫോർമേഷനോ 4-4-2 ഫോർമേഷനോ എന്ന കാര്യത്തിലാണ് സ്കലോനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ടീമിൻ്റെ ഘടനയെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ ഒന്നും നിന്നില്ല. മറിച്ച് തൻ്റെ മനസ്സിൽ ഏതാണ്ട് ധാരണയായിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കളിക്കളത്തിൽ കാണാം എന്ന തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. ഏതായാലും 4-3-3 ഫോർമേഷനാണ് സാധ്യത എന്ന് ഇപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അതനുസരിച്ചുള്ള അവരുടെ ഒരു പ്രോബിൾ ലൈനപ്പിലേക്ക് പോയാൽ ഗോൾ കീപ്പറായിട്ട് എമി മാർട്ടീനസ്, ഡിഫൻസിൽ നാഹുവൽ മോളിന, ക്യൂട്ടി റൊമേറോ, നിക്കുലാസ് ഒട്ടാമെൻഡി, നിക്കുലാസ് ടാഗ്ലിയാഫിക്കോ എന്നിവർ. മധ്യനിരയിൽ റോദ്രിഗോ ഡീബോളും അലക്സിസ് മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും ഒരുമിച്ചുണ്ടാകും. മുന്നേറ്റത്തിൽ ലിയോ മെസ്സി, ഹുലിയൻ ആൽവരസ്, ലൗട്രോ മാർട്ടിനസ്. ഇതാണ് പ്രതീക്ഷിക്കുന്ന ഒരു ഫോർമേഷൻ. 4-3-3 ഫോർമേഷനിൽ അർജൻറ്റീന ഇറങ്ങുമെന്നാണ് TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ചില സാധ്യതകൾ 4-4-2 അവർ കാണിക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ മുന്നേറ്റ നിരയിൽ മെസ്സിക്കൊപ്പം ഹുലിയൻ ആൽവരസ് ഒരു ലൗട്രോ, രണ്ടാൽ ഒരാൾ മാത്രമേ കളിക്കുകയുള്ളൂ. മധ്യനിരയിലേക്ക് അപ്പോൾ ഒരാൾ കൂടി ആഡ് ചെയ്യപ്പെടും. അത് ജിയോവാനി ലോ ചെൽസോയോ ലിയാൻഡ്രോ പെരേഡസോ ആവാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി പറയുന്നു. ഏതായാലും 4-3-3 ഫോർമേഷനിൽ മെസ്സിയും ഹുലിയൻ ആൽവരസും ലൗട്രോയും ഒരുമിച്ച് മുന്നേറ്റങ്ങൾ നയിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.